സഹോദരങ്ങളെ, ഈ സെഷൻ ശക്തമായി നിലകൊള്ളുന്നവർ യുവാക്കളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ജീവിത വീക്ഷണമോ, ആരാണ് ദൈവമെന്നോ, എന്തിനാണ് തൻ്റെ ജീവിതമെന്നോ, എന്താണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചമെന്നോ അറിയാത്ത ഒരാളുടെ വഴിതെറ്റിയ വികലമായ ജീവിത കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ തിന്മകളുടെയും നാരായ വേര് എന്ന് ഇസ്ലാം സിദ്ധാന്തിക്കുന്നുണ്ട്. വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. ദൈവബോധമില്ലാത്ത, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരാണ് മൃഗങ്ങളെപ്പോലെ ഭോഗിക്കുകയും ഭുജിക്കുകയും ചെയ്യുന്നത്. വന്നാറു മസ്വൽ ലഹും, നരകമാണ് ഈ നീക്കത്തിന്റെ, ഈ ജീവിതഗതിയുടെ അവസാനം എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വളരെ കൃത്യമായ മതബോധത്തിന്റെയും മൗലികമായ ഈശ്വരവിശ്വാസത്തിന്റെയും അടിയുറച്ച പരലോകബോധത്തിന്റെയും വെളിച്ചത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ച ചരിത്രത്തിൽ മാനവ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഗുണപരമായും രചനാത്മകമായും ഉണ്ടായിട്ടുണ്ടോ ആ മാറ്റങ്ങൾക്ക് പിറകിൽ തീർച്ചയായും ഈ വിശ്വാസ അന്തർധാര നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം, എന്നും ഇതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തിലവൻ മനം മൂളിപ്പറക്കണം എന്ന് നാം വായിക്കുമ്പോൾ ജീവിതം സുഖിക്കാനും ഭുജിക്കാനും ഭോഗിക്കാനും ആസ്വദിക്കാനും മാത്രമുള്ളതാണെന്ന ധാരണയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. സത്യമെന്നൊന്നില്ലല്ലോ, മിഥ്യയാണെല്ലാം വെറും സത്യമെന്നൊന്നില്ലല്ലോ, മിഥ്യയാണെല്ലാം വെറും മർത്യഭാവനയുടെ സ്വപ്നവും സങ്കല്പവും. ഈ വരികളും ഇതൊരു സമീപനത്തിന്റെ, വികലമായ ഒരു വീക്ഷണത്തിന്റെ പ്രകടനമായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രപാഠമുണ്ട്. ഇമാം ബുഖാരി ആ സംഭവം തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാന നാസു യസ്അലൂന റസൂലല്ലാഹ് അനിൽ ഖൈർ. എല്ലാവർക്കും പ്രവാചകനോട് ചോദിക്കാനുണ്ടായിരുന്നത് എന്താണ് നന്മ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. വകുന്തു അസ്അലുഹു അനിസ് ശർ. ഞാൻ പ്രവാചകനോട് ചോദിച്ചു വന്നിരുന്നതാകട്ടെ എന്താണ് പ്രവാചകനെ യഥാർത്ഥത്തിൽ തിന്മ എന്നതിനെ സംബന്ധിച്ചാണ്. മഖാഫത അൻ യുദ്രികനി, ഈ തിന്മയുടെ പിടുത്തത്തിൽ അടുത്ത നിമിഷം ഞാൻ പെട്ടുപോകുമോ എന്ന ഭീതിയാൽ ഈ തിന്മയെ സംബന്ധിച്ചുള്ള ജാഗ്രതയിൽ നിരന്തരമായി കഴിയുകയായിരുന്നു എന്റെ സ്വഭാവം എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നു. തീർച്ച ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മോചനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ട, വിശുദ്ധ ഖുർആനിലൂടെ അധ്യാപനം നൽകപ്പെട്ട ആ വിധത്തിലും രീതിയിലും മാത്രമായിരിക്കണം. സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ സൂക്തം, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും അജയ്യനുമായ പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക് ഈ ലോകത്തുള്ള മുഴുവൻ മാനവരാശിയെയും വിമോചിപ്പിച്ചെടുക്കുവാൻ, അവരെ രക്ഷിച്ചെടുക്കുവാൻ, അവരെ നന്മയിലേക്ക് ആനയിക്കുവാൻ, അവരെ തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ നിനക്ക് നാം അവതരിപ്പിച്ച വേദഗ്രന്ഥമത്രേ ഇത് എന്ന് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ആരാണോ വിമോചകർ, ആരാണ് സമൂഹത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഉദ്യുക്തരായി രംഗത്ത് വന്നിട്ടുള്ളവർ, അവർക്കൊരു ബാധ്യതയുണ്ട്. തിന്മകൾക്കെതിരെ നിലകൊള്ളുക എന്നതിന്റെ സാക്ഷാൽ പൊരുൾ, അതിന്റെ യഥാർത്ഥമായ അർത്ഥം കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് നല്ലവർ. ഈ ലോകത്ത് എത്രയോ ആളുകൾ വന്നു, ഈ ലോകത്ത് എത്രയോ ജനതതികൾ, ജനസമൂഹങ്ങൾ, ജനപദങ്ങൾ പുലർന്നു. പക്ഷേ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ആളുകൾക്ക് വേണ്ടി, മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി അല്ലാഹു ഉയർ നൽകിയ വിഭാഗം നിങ്ങളാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ ശാസിക്കുകയും തിന്മയെ വെറുക്കുകയും വിരോധിക്കുകയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ശക്തി. നന്മ ശാസിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, നന്മയെക്കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി അവകാശമുണ്ടോ? എങ്കിൽ ആ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലെ എല്ലാ ദുഃഖക്കെടുതികൾക്കും
കെടുതികളെ കുറിച്ചും ഏറെ ബോധവാനാവുകയും ആ പ്രയാസങ്ങളെ ചൊല്ലി, സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെ ചൊല്ലി, ജീർണതകളെ ചൊല്ലി, അധാർമികതയെ ചൊല്ലി, സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ചൊല്ലി, കൊലപാതകങ്ങളെ ചൊല്ലി, കൊലയെ ചൊല്ലി, വർഗീയതയെ ചൊല്ലി, പക്ഷപാതിത്വത്തെ ചൊല്ലി, ഗോത്രവൈരത്തെയും വിരോധത്തെയും ചൊല്ലി, കുടുംബ മഹിമയെക്കുറിച്ചുള്ള വൃത്തികെട്ട അനാവശ്യമായ അഭിമാനബോധത്തെ ചൊല്ലി പ്രവാചകൻ എപ്പോഴും വേദനിച്ചിരുന്നു. അസീസുൻ അലൈഹിമ അനിത്തും. ധാർമ്മികമായി, വിശ്വാസപരമായി, സ്വഭാവ സംബന്ധിയായി, സാമൂഹ്യമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നമ്മുടെ അവസാന നിമിഷം വരെയുള്ള എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന മുഴുവൻ ജീർണതയെയും പ്രവാചകൻ വെറുത്തു, വേദനയോടെ വീക്ഷിച്ചു, അത് തിരുത്താൻ കൊതിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു, പലപ്പോഴും ക്ഷമിച്ചു. നോക്കണം നിങ്ങൾ, പ്രവാചകന് അത് ദുസ്സഹമായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയും സമൂഹത്തിന്റെ പരിവർത്തനം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഒരു കാര്യം നിർദ്ദേശിച്ചു. നന്മയാണോ നിന്റെ ലക്ഷ്യം? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു ആരും നീയുമായിട്ടാണോ ശത്രുതയുള്ളത്, ആ ശത്രുവിന്റെ മുഴുവൻ വൈരവും അവന്റെ മനസ്സിലെ മുഴുവൻ പകയും കരിച്ചും നശിപ്പിച്ചും കളയാൻ മാത്രം ശക്തമായിരിക്കും നിന്റെ സ്വഭാവ ഗുണം. അത് നിന്റെ വിശ്വാസത്തിന്റെ കരുത്താണ്, അതിന്റെ സംസ്കാരത്തിന്റെ വെളിച്ചമാണ്. ഇത് നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് തീർച്ചയായും ഈ സമൂഹത്തെ സമുദ്ധരിക്കുക സാധ്യമല്ല. ഫലിദാലിക ഫദ്ഉ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫലിദാലിക ഫദ്ഉ. ഈ മഹത്തായ സത്യത്തിലേക്ക്, ഈ നീതിയിലേക്ക്, ഈ നന്മയിലേക്ക്, യുവത്വത്തിന്റെ മുഴുവൻ പ്രശോഭിതമായ ലോകത്തേക്കും ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊള്ളുക. പക്ഷേ വസ്തഖിം കമാ ഉമിർത. നിന്നോട് പറഞ്ഞതുപോലെ, നിനക്ക് കിട്ടിയ ശാസന പോലെ നീ മുസ്തഖീമായി ജീവിക്കുക. വലാ തത്തബിഅ അഹ്വാഅഹും. ഈ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെയും താല്പര്യങ്ങളുടെ പിറകെ പോയി ആ താല്പര്യങ്ങൾ പിൻപറ്റി അതിന് അടിപ്പെട്ട് അതിന് വശംവദരായി ജീവിക്കാൻ ഒരിക്കലും നിനക്ക് പാടില്ല എന്ന് പറഞ്ഞു. നാം നല്ലവരായി ജീവിക്കണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു സൂചനയുണ്ട്. ഒരു വസ്തു വളഞ്ഞിരുന്നാൽ അതിന്റെ നിഴൽ നേരെയാകുന്നത് എങ്ങനെയെന്ന്. ശരിയാണ്, നാം ഈ സമൂഹത്തിന്റെ മാർഗദർശികളാകണം, ഈ സമൂഹത്തിൽ നന്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമാകണം. എങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വവും അന്തസ്സും, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവം എല്ലാം ഇസ്ലാമികമായ മൂശയിൽ വാർത്തെടുക്കപ്പെടേണ്ടതുണ്ട്. പരലോകബോധമില്ലാത്ത ഒരു വ്യക്തിക്കോ പരലോകബോധമില്ലാത്ത ഒരു സമൂഹത്തിനോ തീർച്ചയായും ഈ വളർച്ചയിലേക്ക് എത്താനോ മറ്റുള്ളവരെ അതിലേക്ക് വളർത്താനോ സാധിക്കുകയില്ലെന്ന് കട്ടായമാണ്. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ. പരലോകത്തെ സംബന്ധിച്ച് അവരുടെ അറിവ് ഇത്രയേ ഉള്ളൂ, നിഷേധത്തിലൂന്നിയ അറിവാണ് പരലോകത്തെ സംബന്ധിച്ച്. ബൽ ഹും ഫീ ശക്കിൻ മിൻഹ. അങ്ങനെ ഒരു പരലോകമുണ്ടോ, ഒരു മരണാനന്തര ജീവിതമുണ്ടോ, സന്ദേഹമാണ് അവർക്ക്. ബൽ ഹും മിൻഹ അമൂൻ. അല്ല, അതിനെ സംബന്ധിച്ച് പാടെ അജ്ഞതയാണ് അവരുടെ മനസ്സിൽ, അന്ധതയാണ് അവരുടെ ഹൃദയങ്ങളിൽ എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് നന്നാവുക സാധ്യമല്ല. നിരന്തരമായി അക്രമങ്ങളിലൂടെ, അനീതിയിലൂടെ, തിന്മയുടെ ജീവിച്ച് കടന്നു പോകുന്ന നമുക്ക് എന്താണ് നീതി, എന്താണ് ധർമ്മം എന്ന് തിരിച്ചറിയാൻ തന്നെ പാടായിരിക്കുന്നു. മൻ യഹുൻ യസ്ഹുലിൽ ഹവാനു അലൈ, മൻ യഹുൻ യസ്ഹുലിൽ ഹവാനു അലൈ വമാ ലിജുറഹിൻ ബിമയ്യിത്തിൻ ഈലാമു. മരിച്ച ശേഷം ഒരാൾക്ക് പരിക്കേൽപ്പിച്ചാൽ, അയാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചാൽ അയാൾക്ക് വേദനിക്കാത്തതുപോലെ ഈ സമൂഹം നന്മയെ, ധർമ്മത്തെ, ശരിയെ, മര്യാദയെ, നെറിവിനെ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുന്നു. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാത് ലൈസ ബിഖാരിജിൻ മിൻഹാ. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവം, വിശ്വാസിയുടെ ഉദാഹരണം പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആൻ, പടച്ചതമ്പുരാൻ. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ. ഇവിടെ മരിച്ച ഒരാൾ, അയാൾക്ക് വിശ്വാസമില്ല, അയാൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമില്ല, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസമില്ല, സ്വർഗ നരകങ്ങളിൽ അയാൾക്ക് കൃത്യമായ ധാരണയില്ല. അങ്ങനെ ഒരാൾ